ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിൻ്റെ ആ ടെൻഡർ അടിച്ചു മാറ്റാണല്ലോ ശിവാനി. പിന്നീട് പിറ്റേ ദിവസമായി ആ ടെൻഡറിൻ്റെ സമയമായി തുടങ്ങി. അങ്ങനെ അയാളും ഗൗതമും നിധിയും വസുന്ധരയും ഒന്നും അറിയാത്തതുപോലെ ശിവാനിയും ഒക്കെ വരികയാണ് കേട്ടോ. ഇതേ സമയം ആ ഒരു ടെൻഡറിൻ്റെ ആ ഒരു വിളി തുടങ്ങുകയാണ്. ഇതേ സമയം പെട്ടെന്ന് അങ്ങ് ഗൗതം ഒരു റേറ്റ് പറയുന്നു. പക്ഷേ അതിൽ നിന്നും 1 രൂപ കൂട്ടിയിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന എതിർകക്ഷി പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ ആകെ ഞെട്ടിപ്പോവാണ് ഗൗതം. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്രയും വലിയൊരു തിരിച്ചടിയാണല്ലോ തനിക്ക് കിട്ടിയത്. താൻ ഫിക്സ് ചെയ്ത ആ ഒരു ടെൻഡറിനെയൊക്കെ 1 രൂപ കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു കളി എവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ പിന്നെ ഗൗതമിൻ്റെ ഉള്ളിൽ ഒരു സംശയം വരികയാണ്. അങ്ങനെ അയാൾ പറയണേ, എന്തായാലും ഗൗതം എനിക്ക് ഈ ബിസിനസ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്ത് പിന്നീട് പുറത്ത് കിടക്കണം കേട്ടോ. ഇതേ സമയം ഗൗതം പുറത്തോട്ട് വരുമ്പോൾ നിധി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ആ സമയമാണെങ്കിലോ വല്ലാത്ത സങ്കടത്തിലാണ് ഗൗതം. ആ ജപ്പാൻ കമ്പനിയുടെ ആ ടെൻഡർ തനിക്ക് കിട്ടണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷേ 1 രൂപ വ്യത്യാസത്തിൽ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കിൽ ആരോ കളിച്ചിട്ടുണ്ട് എന്ന് ഗൗതമിന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധരയും ശിവാനിയും പറയണേ, ഇത് ഗൗതം ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും നീ വെറുതെ വിടരുത്. ഇത് വെറുതെ വിടാൻ പറ്റിയ വിഷയമല്ല. ഇതിൽ ആരോ കളിച്ചിട്ടുണ്ട്. ഈ ഗൗതം നീ ഒരു കാര്യം ചിന്തിക്കണം. നീ ഫിക്സ് ചെയ്ത ഈ ഒരു റൈറ്റിനേക്കാൾ 1 രൂപ കൂട്ടി അയാൾ പറഞ്ഞെങ്കിൽ അയാൾക്ക് ആരോ നമ്മളെ ഉറ്റിക്കൊടുത്തിട്ടുണ്ട്. അതാരാണെന്ന് ഗൗതം നീ കണ്ടെത്തണം. ഒന്നും അറിയാത്തതുപോലെ വസുവും ശിവാനിയും ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴായിരിക്കും ഇയാൾ പുറത്തോട്ട് വരുന്നത്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും, നിധി നിന്നോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന ഒരു കുത്തു ഇട്ടിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നിധി നിന്നോട് മാത്രം എന്താ അയാൾ താങ്ക്സ് പറഞ്ഞത്, നീ അയാൾക്ക് എന്ത് ഉപകാരം ചെയ്തു കൊടുത്തതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് എന്ന് നിധി പറയുന്നു കേട്ടോ. പക്ഷേ ഇതിനു മുന്നേ അയാളും നിധിയും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ അത് നിധി വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഈ സമയം ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് നിധി എന്ത് ചെയ്യുന്നു, നിധിയെ വസുന്ധര എന്ത് ചെയ്യുന്നു, നീയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, നീയാണോ, അതുകൊണ്ടാണോ അയാൾ അങ്ങനെ ഒരു താങ്ക്സ് നിന്നോട് പറഞ്ഞത് എന്നുള്ള കുത്തുവാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ നിധി പറയണേ, എൻ്റെ ഗൗതമിനെ വഞ്ചിക്കേണ്ട ആ ഒരു സ്വഭാവം എന്നിലില്ല. അത് ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഗൗതമിനെ വഞ്ചിക്കുന്ന ആ പരിപാടി ചെയ്യുകയുമില്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ ഗൗതമാണ്. അതിൽ നല്ലത് എനിക്ക് മരണമാണ് എന്നൊക്കെ പറയാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. നിങ്ങളായിരിക്കും ഗൗതമിനെ ചതിച്ചതെന്ന് പറയുമ്പോൾ വസുന്ധര ആകെ ഞെട്ടണേട. ഈശ്വര, ഇവളെങ്ങനെ കണ്ടെത്തി ഞാനാണ് ഈ ചതിച്ചതെന്ന്, ഇവളെങ്ങനെ കണ്ടെത്തിയെന്ന ഭാവത്തിൽ ശിവാനിയും ഇങ്ങനെ വസുന്ധരയെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ഗൗതമിൻ്റെ മുന്നിൽ വെച്ചാണല്ലോ അത് പറയുന്നത്. അപ്പോൾ ഈ സമയം ഒന്നും ശബ്ദിക്കാനാവാതെ തനിക്കൊരു ഷോക്കേറ്റതുപോലെ വസുന്ധരയും ശിവാനിയും നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാം ഗൗതം നിധിയെ പിടിച്ച് ഒരൊറ്റ അടിയങ്ങ് അടിക്കുന്നു കേട്ടോ. കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണേ. നീ എന്താ വിചാരിച്ചത്, എൻ്റെ അമ്മയാണ്, എന്നെ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ ഇവരെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. പൂജാമറിയിൽ കാണുന്ന ഓരോ വിഗ്രഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ അതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ അമ്മ എൻ്റെ കമ്പനിയെ തകർക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നോ, എന്നെ കമ്പനിയിലോട്ട് വലിച്ചിട്ടത് എൻ്റെ അമ്മയാണ്, ഇങ്ങനെയുള്ള വായിൽ തോന്നിയത് വിളിച്ചു പറയരുതെന്ന് പറയുമ്പോൾ അവിടെ നിധി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. തൻ്റെ ഗൗതം എന്തുകൊണ്ട് തന്നെ അടിച്ചത്, ഞാൻ ഇതിലും വലിയ വാക്കുകൾ പറഞ്ഞ് അന്ന് അടിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ നിധി നിൽക്കുന്നു കേട്ടോ. ഈ സമയം വസുന്ധരക്കാണെങ്കിൽ പതിവില്ലാത്ത സന്തോഷം. എങ്കിലും കൂടി ഗൗതമിൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ഗൗതമിനോട് പറയാണ്, ഇതൊരു പബ്ലിക്കാണ്, ഇവിടെ വെച്ച് ഇനി ഒരിക്കലും നിധിയെ അടിക്കാൻ പാടില്ലായിരുന്നു, ഇത് ചെയ്ത് തെറ്റായി പോയി മോനെ. അപ്പോഴേക്കും ശിവാനി പറയണം, ആ ഗൗതം എൻ്റെ സിസ്റ്ററാണ് ഇവള്, പക്ഷേ ഇവളെ ഇങ്ങനെ ഒരു ഇതിൽ വെച്ച് അടിക്കാൻ പാടില്ലായിരുന്നു, അവൾ പറഞ്ഞത് തെറ്റാണ്, പക്ഷെ അത് ചെയ്യരുതായിരുന്നു എന്ന് പറയാനിട്ടാ. അങ്ങനെ ഗൗതം വീട്ടിലോട്ട് പോവാണ്. ഇതേ സമയം എല്ലാവരും ഗൗതമിന് ഈ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ കിട്ടിയിട്ടുണ്ടാവും എന്ന സന്തോഷത്തിലിരിക്കുമ്പോഴാണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാർത്ത എത്തുന്നതായിട്ട്. അങ്ങനെ പാറു ആരതിയൊക്കെ ഒഴിയുമ്പോൾ ആരതി തട്ടൊക്കെ ഗൗതം തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, പിന്നെ തൻ്റെ ശത്രുവായ ആ ശത്രുവാണ് ഇത് നേടിയെടുത്തിട്ടുള്ളത്. അയാളുടെ പുച്ഛത്തോടു കൂടിയുള്ള സംസാരം. അങ്ങനെ ഗൗതമിനോട് പാറു വന്നിട്ട് ചോദിക്കുക, എന്താ മോനെ നിൻ്റെ സ്വഭാവം ഇങ്ങനെ മാറുന്നത്, നീ നിധിയെ അടിക്കുന്നു, ആരതി തട്ടുന്നു, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അച്ഛനോട് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്താ, ഈ ടെൻഡറാണോ അതോ നിൻ്റെ ജീവിതത്തിൽ
നിനക്ക് കമ്പനിയൊക്കെയാണോ മുഖ്യം, അതോ നിൻ്റെ ജീവനാണോ മുഖ്യം, അതോ ജീവിതമാണോ മുഖ്യം എന്ന് നീ ആദ്യം ആലോചിക്ക്. ഇതൊക്കെ ജീവനും ജീവിതമൊക്കെ ഉണ്ടെങ്കിലല്ലേ പണം ഉണ്ടായിട്ട് കാര്യമുള്ളൂ, അല്ലാതെ വെറുതെ പണവും കമ്പനിയൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം. അതുകൊണ്ട് ഇപ്പോഴും നിനക്ക് കഷ്ടകാല സമയം, എപ്പോഴും കാറ്റ് നിൻ്റെ ഭാഗത്തോട്ട് വീശില്ല എന്ന് നീ വിചാരിക്കേണ്ട. ഇപ്പോഴിങ്ങനെ സംഭവിച്ചു, അപ്പോഴായിരിക്കും വസുന്ധര ആക്കിയ ആ കമ്പനിയിലെ ഇങ്ങനെ യൂണിയൻ നേതാവ് ഉണ്ടാവില്ല, അയാൾ വിളിക്കുകയാണ്. അയാൾ പറയാണ്, ദേ വസുന്ധര മാമിനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയണേ നീ ലൗഡിലിടുക. അപ്പോൾ വസുന്ധര പറയണേ ശരിയാണ്, സ്പീക്കറിലിടുക, എല്ലാവരും കേട്ടോളൂ എന്ന് പറയണേ. അങ്ങനെ ഉടൻ തന്നെ അയാൾ പറയണേ, ഇതിൽ എനിക്ക് കാര്യമായ സംശയമുണ്ട്. ഈ ടെൻഡർ ആരും അറിഞ്ഞിട്ടില്ല, കമ്പനിയിൽ ആർക്കും അറിയില്ല ഇത് എത്രക്കാണ് മേടിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൽ 1 രൂപ കൂട്ടിയിട്ടാണ് ഇപ്പുറത്തെ ഗൗതം സാറിൻ്റെ SKR പറയുന്ന ആൾ മേടിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, ഈ ടെൻഡർ നമ്മൾ ഫിക്സ് ചെയ്ത ആ റേറ്റ് ആരോ പുറത്ത് പറഞ്ഞിരിക്കുന്നു, അതല്ലേ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതമിന് ചെറിയൊരു ക്ലൂ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നാൽ ശരി ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാളോട് ആ വാക്ക് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്നാൽ ഈ സമയം വസുന്ധര ചോദിക്കുകയാണ്, ദേ ഗൗതം, നീ എന്നോട് പോലെ ഈ ടെൻഡറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, എന്നാൽ നീ എന്നോട് പറയും പലതവണ ഒരുങ്ങിയപ്പോഴൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പിന്നെ ആരറിഞ്ഞു, പിന്നെ നീ ആരോടാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഗൗതം പറയുകയാണ്, ഞാൻ നിധിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ. നിധി ഞാനല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനാ വസുന്ധര പറയണേ, നീ നിധിയോട് പറഞ്ഞെങ്കിൽ നിധി ഞാൻ എന്നോട് തെറ്റായിട്ട് ചോദിക്കല്ല, നീ ഗൗതമിനെ വലിയ ആളാക്കാൻ വേണ്ടിയിട്ട് നീ ഒരുപക്ഷെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിധി പറയണേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ആർക്കും ചെയ്യില്ല, ഗൗതമിനെ ആളാക്കുന്ന പരിപാടി അങ്ങനെയൊന്നും എനിക്കില്ല എന്ന് തിരിച്ചു മറുപടി പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗൗതമിന് ഏകദേശം മനസ്സിലായി തൻ്റെ ഭാര്യയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ ഗൗതം പറയുകയാണ്, ഈ വിഷയം ഇവിടെ വെച്ച് വിട്ടേക്ക്, എന്തായാലും ഇത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ, കമ്പനിയിൽ ആരോ ഉറ്റിക്കൊടുത്തിട്ടുണ്ട്, അത് അമ്മ പറയുന്നത് ശരിയാണ്, അത് ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറയട്ടെ. അപ്പോൾ വസുന്ധര വിചാരിച്ച ആ പ്ലാനിലോട്ട് എത്തി. അങ്ങനെ ഗൗതം അപ്പോഴേ തന്നെ കമ്പനിയിലോട്ട് പോവാണ്. അങ്ങനെ ആ കമ്പനിയിലെ യൂണിയൻ നേതാവിനെ എല്ലാവരെയും വിളിച്ചു കൂട്ടാണ്. അങ്ങനെ അയാളോട് പറയുകയാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് നിങ്ങൾ ഞങ്ങളെ ചതിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ്. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ നിധി വന്നതിന് ശേഷം ഇവർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഭക്ഷണത്തിന് സ്പെഷ്യൽ കൊടുക്കുക. അപ്പോഴേക്കും ഞാൻ പറഞ്ഞതാണ് ഒരാളെയും വിശ്വസിക്കരുതെന്ന്, ഓരോരുത്തരെയും നിർത്തേണ്ടടുത്തേ നിർത്താൻ പാടുള്ളൂ, നമ്മൾ സ്നേഹിച്ചു എന്ന് കരുതി ഇവർ നമ്മുടെ സ്നേഹം മനസ്സിലാക്കില്ല. കാരണം ഗൗതം ഇപ്പോൾ അത് പ്രവൃത്തിയിലൂടെ കണ്ടല്ലോ, ഈ ടെൻഡർ അടിച്ചു മാറ്റിയത് ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ നമുക്കൊരു സംശയം തോന്നിയിരുന്നില്ല. കാരണം എന്താണെന്നറിയോ, 2-3 രൂപയുടെ വ്യത്യാസത്തിലാണ്, 1 രൂപയുടെ വ്യത്യാസത്തിലാണ് അയാൾ ആ ടെൻഡറിനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റേറ്റ് കറക്റ്റായിട്ട് ആരോ അയാൾക്ക് പറഞ്ഞു കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗൗതം പറയാൻ ശരിയാണ്, ഒരു ഒറ്റയടിക്ക് 10 ലക്ഷം 5 ലക്ഷം കൂട്ടിയിട്ടൊന്നും 2 ലക്ഷം കൂട്ടിയിട്ടൊന്നല്ല അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് ഗൗതം പറയാൻ കേട്ടോ. അങ്ങനെ ഗൗതം മര്യാദക്ക് പറഞ്ഞു, ആരാണെങ്കിലും ഇതിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ ശബ്ദം ഉയർത്തുക. അപ്പോഴേക്കും നിധി പറയുന്നു, ശരിയാണ്, ഞാനും കൂടി ഈ വസുന്ധര മാം പറഞ്ഞിട്ടും ഈ ആൻറ്റി പറഞ്ഞിട്ടും എന്നോട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഞാനും ഗൗതമൊക്കെ ഒരു സ്റ്റാഫുകളായിട്ടല്ലേ നിങ്ങളെ കണ്ടത്, ഒരു കൂടപ്പിറപ്പുകളായി ഒപ്പം നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങളെ ഇത്രയും വരെ തിരിച്ചിട്ട് തരേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെ വസുന്ധരയും ശിവാനിയും കൂടിയിട്ട് ആ യൂണിയൻ നേതാവിന് കണ്ണിട്ട് കാട്ടാണ് കേട്ടോ. അങ്ങനെ അയാൾ അതോട് കൂടിയിട്ട് അയാൾ പറയണേ, നിൽക്ക് നിധി, നീ ഇങ്ങനെ സംസാരിക്കല്ലേ. അത് കേൾക്കുന്ന ഗൗതം, നീ എന്താടാ വിളിച്ചത്, എൻ്റെ ഭാര്യയെ നീ നിധി എന്നോ? അപ്പോൾ തന്നെ സോറി സാർ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് എന്ന നിലക്കാണ് സംസാരിച്ചത്, അല്ലാതെ സാറിൻ്റെ ഭാര്യ എന്ന നിലക്കല്ല. സ്റ്റാഫാണെങ്കിലും ഭാര്യയാണെങ്കിലും ഇവളെൻ്റെ ഭാര്യയാണ്, ആ പദവി നീ മറക്കരുത്, ഞാനെന്തോ വിളിക്കുന്നു അത് നീ നോക്കണ്ട. അപ്പോൾ ഉടൻ തന്നെ സോറി സാർ, ഞാൻ ഇനി വിളിക്കില്ല. മാഡം, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ടെൻഡർ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ആവശ്യമുള്ളത്. നിങ്ങൾക്കിത് ഈ ടെൻഡർ കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരമൊന്നും വരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പലതും ചെയ്തു തരാമെന്ന് പറഞ്ഞത്, പലവർക്കും വീട് കൊടുക്കുക, 6 മാസത്തെ ബോണസ് തരാമെന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ നഷ്ടമായത് ഞങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഉറ്റി കൊടുക്കുന്ന പരിപാടി ചെയ്യില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിൽ ആരോ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്താ മാഡം സംസാരിച്ച് വരുന്നു,
മറ്റുള്ളവരെ കുറ്റക്കാരിയാക്കി മേഡം രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയണേ, എടാ നീ എവിടെയാണ് സംസാരിക്കുന്നത്? നീ ഒരു യൂണിയൻ നേതാവാണെന്ന് കരുതി എൻ്റെ ഭാര്യയെ ഇനി പ്രതിയാക്കേണ്ട ആവശ്യം നിനക്കെന്താ? അതുകൊണ്ട് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയെന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളതുപോലെ പറയും. എന്തായാലും ഞങ്ങൾക്കിതിന് സത്യാവസ്ഥ അറിയണം. നിങ്ങൾക്ക് ഈ ടെൻഡർ കിട്ടിയില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിൽ നഷ്ടങ്ങളാണ്. അപ്പോൾ ഇത് ആരാണ് ഇത് ഒറ്റിക്കൊടുത്തതെന്ന് അറിയുന്നത് വരെ ഞങ്ങൾ സമരത്തിലാവും എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയണേ, നീ സമരത്തിലായ എന്താ കുഴപ്പം? നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടും. കാരണം തുച്ഛം പൈസയ്ക്ക് ഇന്ന് ഇഷ്ടംപോലെ ബംഗാളികളെ പണിക്ക് കിട്ടാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നീ ഇവിടെ പണിക്ക് നിൽക്കണമെന്ന് യാതൊരു ആവശ്യമില്ല. നിനക്ക് ഈ ബോണസും ഈ വീടുവെക്കലൊക്കെ നിൽക്കട്ടെ, കൊല്ലം ശമ്പളം കൂട്ടി തന്നും വേറെ ആനുകൂല്യങ്ങൾ ചെയ്തും പലതും ഞാൻ നേടി തന്നിട്ടുണ്ട്. എന്നിട്ടും നീ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സംസാരം ഇവിടെ വിട്ടേക്ക്. ഈ ടെൻഡർ കിട്ടിയില്ല എന്ന് കരുതി എനിക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ അയാൾ പറയണേ, ഞാൻ വിടില്ല, ഞാൻ ഇതിന്മേൽ തന്നെ കയറി പിടിക്കും. ഇതാരാണ് ഇവിടെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ നാളെ മുതൽ ഇവിടെ സ്ട്രൈക്ക് സംഭവിക്കും. ഇവിടെ ആരും പണിയെടുക്കില്ല എന്ന് പറയട്ടെ. എന്താ നീ പറഞ്ഞത്? അത് നടക്കില്ല എന്ന് പറയണം. അത് നടക്കുമല്ലോ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയാം. അപ്പോൾ വസുന്ധര കണ്ണുകൊണ്ട് ധൈര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾക്ക്. അങ്ങനെ ഗൗതം വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വീട്ടിൽ പോയി പിറ്റേ ദിവസം പണിക്ക് വരുമ്പോഴേക്കും നിധിയെ ആ കമ്പനിയിൽ കയറ്റില്ലെന്ന തീരുമാനം വസുന്ധര എടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ യൂണിയൻ നേതാവ് ആ കമ്പനിയിലെ സ്റ്റാഫുകളെ മൊത്തം അവരുടെ കീഴിലാക്കിയിട്ട് നിധിയെ ഈ കമ്പനിയിൽ കയറ്റില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിധി പറയണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തെങ്കിലല്ലേ? നിങ്ങൾ തെറ്റ് ചെയ്തതാണല്ലോ കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മാത്രമേ ഈ ടെൻഡറിൻ്റെ കാര്യം അറിയുള്ളൂ. പക്ഷേ ഗൗതം സാർ ഞങ്ങളെ ചതിക്കില്ല. നിങ്ങളാ പിന്നെ ഈ കമ്പനിയിൽ വന്നിട്ട് ഈ ഒരു ചതി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയിൽ കയറാൻ പാടില്ല. അപ്പോൾ ഉടൻ തന്നെ അത് പറയാൻ നീ ആരാ? ഞാൻ ഗൗതം സാറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതായത് ഇത് എൻ്റെയും കൂടി കമ്പനിയാണ്. അതൊക്കെ ആയിരിക്കാം, പക്ഷേ ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ആനുകൂല്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം ഞങ്ങൾക്ക്. ഞങ്ങളുടെ അടുത്ത് കറക്റ്റായ തെളിവുള്ളത് കൊണ്ടാണ് നിങ്ങൾ കയറാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങളാണ് ഈ ഒരു പറയുന്ന ഗൗതം സാറിൻ്റെ ശത്രു എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളാണ് ഈ ടെൻഡറിൻ്റെ കാര്യം ഒറ്റുകൊടുത്തത്. നിങ്ങളുടെ ഷെൽഫിലായിരുന്നു ടെൻഡർ ഇരുന്നിരുന്നു. എല്ലാ കാര്യം കൊണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് അറിയുക എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുത്തതെന്ന് പറയണം. അപ്പോൾ ഗൗതം ഇടപെടുകയാണ്. ഗൗതം വരികയാണ്, വസുന്ധര വരികയാണ്, ശിവാനി വരികയാണ്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുകയാണ്, എന്താ നീ പറയുന്നത്? ഇനി ആരടാ ഈ യൂണിയൻ നേതാവായ നീ എൻ്റെ മരുമകളെ ഈ കമ്പനിയിൽ കയറ്റില്ലെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം അതിനുള്ളത്? അധികാരമൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും വേദനയുണ്ട്. ഈ കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം ഈ സമരത്തിൽ കയറും. നിധിയെ ഈ കമ്പനിയിൽ കയറ്റിക്കഴിഞ്ഞാൽ നിധി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നഷ്ടം ഞങ്ങൾക്കുണ്ടായത്. അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തീരുമാനം പറയണം. നിധി ഇനി കമ്പനിയിൽ പണിയെടുക്കാൻ പാടില്ലെന്ന തീരുമാനം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശിവാനിക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. ശിവാനി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും അതാണ്, അത് തന്നെയാണ് നടക്കുന്നതും. അപ്പോൾ ഉടൻ തന്നെ ഇത് പറയാൻ നീ ആര് എന്ന് ഗൗതം ചോദിക്കുകയാണ്. ഞങ്ങൾ ആരുമല്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളുടെ നഷ്ടം അത് നഷ്ടം തന്നെയാണ്. ഇനിയും ഇവിടെ പല എഗ്രിമെൻറ്റുകളും നടക്കുമ്പോൾ ഇതുപോലെ ടെൻഡറൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉറ്റുകൊടുത്തു കഴിഞ്ഞാൽ പല നഷ്ടങ്ങളും ഞങ്ങൾക്കും വരും. അതുകൊണ്ട് നിധി ഈ കമ്പനിയിൽ പണിയെടുക്കാൻ പാടില്ല. നിധി കയറിക്കഴിഞ്ഞാൽ ഈ കമ്പനിയിലെ ഒരൊറ്റ സ്റ്റാഫ് പോലും പണിയെടുക്കില്ല എന്ന് പറയാനിട്ടാ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ വസുന്ധര സന്തോഷം കൊണ്ട് അവന് ധൈര്യം കൊടുക്കുകയാണ്. നീ ചെയ്യുന്നത് നല്ല പണി തന്നെ എന്ന് പറയണേ. അങ്ങനെ വസുന്ധര ഗൗതമിനെ വിളിച്ചിട്ട് നീ തൽക്കാലം ഇവിടെ നിന്ന് പോകും, അവനെ നമുക്ക് മാറ്റി നിർത്തി സംസാരിക്കാം എന്ന് പറയണം കേട്ടോ. അങ്ങനെ നിധിയെയും കൂട്ടി ഗൗതം വീട്ടിലോട്ട് പോവാണ്. ഈ സമയം ഈ യൂണിയൻ നേതാവിനെ വീട്ടിലോട്ട് വസുന്ധര വിളിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വസുന്ധര കളിച്ച കളി എന്ന് പറയുന്നത് നിഖിലുണ്ടല്ലോ, നിഖിലിന് ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി ഉണ്ടല്ലോ, അത് നേടിക്കൊടുക്കുന്നത് അല്ല, പഠിപ്പുണ്ടല്ലോ, അതിന് 5 ലക്ഷം രൂപ കെട്ടണമെന്ന് നിധിയോട് ചെന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും പണം കെട്ടിയിട്ട് നിന്നെ പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. അപ്പോൾ ഗൗതം സാറിൻ്റെ കയ്യിൽ ഇല്ലേ എന്ന് നിഖിൽ ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ പണം കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല, നീ സ്വന്തമായി പഠിച്ചിട്ട് നേടിയെടുക്കുക, എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നീ നേടിയെടുക്കുക, അപ്പം നിനക്ക് പല ആനുകൂല്യങ്ങളും കിട്ടും. അതുകൊണ്ട് ഇത്രയും പണം കെട്ടാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൻ്റെ അമ്മയോട് നിഖിൽ വന്ന് പറയുന്നത് രേണുക കേൾക്കുന്നുണ്ട്. അങ്ങനെ രേണുകയാണ് ഈ ഒരു കാര്യങ്ങൾ ശിവാനിക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിവാനിയോട് ഇത് പറയുമ്പോൾ ശിവാനി വസുന്ധരയോട് പറയണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ഈ പ്ലാൻ വർക്കാക്കുന്നത്. അതായത് ഈ ഒരു ഗൗതമിൻ്റെ ശത്രു, ഈ ടെൻഡർ അടിച്ചു മാറ്റിയ ഇയാളുണ്ടല്ലോ, ഇയാൾ 5 ലക്ഷം രൂപ നിഖിലിന് വേണ്ടി കെട്ടാണ്. പക്ഷേ നിഖിലെന്ന് വെച്ചാൽ നിഖിലും നിധി എന്ന് വെച്ചാൽ അയാൾക്ക് വേറെ ഒരു ജീവനുണ്ട്. ഇതിൻ്റെ കള്ളക്കളിയൊക്കെ പൊളിക്കുന്ന അയാൾ തന്നെയാണ്. അങ്ങനെ ഈ ഒരു ശത്രു 5 ലക്ഷം രൂപ
കെട്ടുന്നുണ്ട്. എന്നിട്ട് ശിവാനി നിധിയുടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിഖിലിനോട് പറയുന്നുണ്ട്, നീ ഇതാരോടും പറയരുത്, ഞാനാണ് നിനക്ക് 5 ലക്ഷം രൂപ കെട്ടിയിട്ട് പഠിപ്പിക്കുകയാണെന്ന് പറയത്, പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്. പിന്നെ അതുമല്ല എനിക്കിവിടുന്ന് 5 ലക്ഷം രൂപ കിട്ടിയെന്ന് ചോദ്യം വരുമ്പോൾ ഗൗതം സാറിൻ്റെ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വസുന്ധര മാം അതിനായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് വെളിപ്പെടുത്തിയാൽ മതി എന്നിങ്ങനെ ശിവാനി നിഖിലിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നിധിയുടെ സൗണ്ടിൽ. അതുകൊണ്ട് തന്നെ നിഖിൽ ഇത് ആരോടും വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ആ സത്യമാണ് കേട്ടോ ഈ യൂണിയൻ നേതാവ് ഇവിടെ വന്ന് വെളിപ്പെടുത്തുന്നത്. അതായത് ഈ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിധി 5 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഗൗതം ഇവിടെ പിന്നെ നിഖിലിനെ ചേർത്തിയിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ എന്താണോ താൻ പറയുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് 5 ലക്ഷം എന്ന് പറയുന്നത് ഒരു തുച്ഛം പൈസയാണ്. 5 കോടി അതിലും മേലെ കൊടുക്കാനുള്ള ആസ്തിയുള്ളവനാണ് ഞാൻ. അതൊക്കെ ആയിരിക്കാം, പക്ഷേ അതിവിടെ നിന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഈ ആളുടെ SKR സാറിൻ്റെ അടുത്തുനിന്ന് മേടിച്ചത് എന്ന് പറയാം കേട്ടോ. സംശയമുണ്ടെങ്കിൽ നിധിയുടെ ആങ്ങളെയായ നിഖിലിനെ വിളിക്കുമെന്ന് പറയണം. അപ്പോൾ ആ സമയം നിഖിലിനെ വിളിക്കണം. അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ വസുന്ധര സ്പീക്കറിലൊക്കെ ഇടാൻ പറയുകയാണ്. അപ്പോൾ നിഖിലിനോട് കാര്യം ചോദിക്കുമ്പോൾ നിഖിൽ പറയണേ, എൻ്റെ ചേച്ചി ആരോടും പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഗൗതം സാർ ഞാനത് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ നിധി പറയണേ, ഞാൻ തന്നോട് അങ്ങനെ പറഞ്ഞോടാ, എപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിന്നെ ആ ഒരു കോളേജിൽ ചേർത്തിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നിനക്ക് വിളിച്ചിട്ട് പോലുമില്ല, എന്ത് പച്ചക്കള്ളമാണ് നീ പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചേച്ചി ഈ പറയുന്നത്, ഞാൻ പച്ചക്കള്ളമോ, ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. ഇതേ സമയം യൂണിയൻ നേതാവ് പറയണേ, ഇനി മുതൽ നിധി അവിടോട്ട് പണിക്ക് വരരുത്, ഈ ഒരു തെളിവാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ SKR സാറിന് ടെൻഡർ കൊടുത്തിരിക്കുന്നത് നിധിയാണ്, നിധി മേഡം ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പണിക്ക് വരരുതെന്ന് പറഞ്ഞത്. ഇനിയും പല ടെൻഡറുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഈ നിധി മറ്റുള്ളവർ കുറ്റി കൊടുക്കുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതമിന് ഉറപ്പിച്ചു ഇതിൻ്റെ പിറകിൽ വസുന്ധരയും ശിവാനിയാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഗൗതം അടിച്ച അടി വസുന്ധരക്ക് കൊടുക്കാൻ കഴിയാത്തത് നിധിക്ക് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ നാളെ പറയാവേ. അപ്പോൾ ഇനി നല്ല രസകര മുഹൂർത്തമാണ്. ഇതാരാണ്, എങ്ങനെയാണ് ശിവാനി വസുന്ധരയെ ഇതിൽ അടിച്ചു മാറ്റിയെന്ന് ഗൗതം നിധിയും തെളിയിക്കുന്ന കിടുക്കൻ രംഗമൊക്കെ ഉണ്ട് കേട്ടോ.